റൂമിലൊന്ന് വൃത്തിയാക്കണം. വൈകുന്നേരം കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ശരിക്കും എന്റെ നിസ്സഹായാവസ്ഥ എല്ലാരും മുതലെടുക്കുമായിരുന്നു. കുറേ കാലത്തിന് ശേഷം എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? രാവിലെ തന്നെ സെന്റി അടിച്ച് കൊളമാക്കല്ലേ. നീ ഒന്ന് തൊട്ടാ, ഒന്ന് സംസാരിച്ച എന്റെ ആ ജോലി കൂടി പോകും. നിർത്ത്, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. അമ്മ എന്ത് പണിയാ കാണിച്ചേ? ഇവിടെ ഒറ്റക്ക് വന്നിരിക്കണായിരുന്നോ? ഞാൻ വന്നിട്ട് എണീച്ചാ പോരെ? ഓ, അതൊന്നും സാരമില്ല മോളെ. നീ വരാൻ കുറച്ച് വൈകുന്നു പറഞ്ഞോണ്ടാ ഞാൻ എണീറ്റ് പുറത്തിരുന്നു. നീ എത്ര സമയം നേരിച്ചിട്ടാണ് ഞാൻ റൂമിൽ കിടക്കുക. ഞാനേ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കേട്ടാ. മെല്ലെ മതി മോളെ, ധൃതിയൊന്നും വേണ്ട. മോൻ എന്തുണ്ട്, സുഖമുണ്ടാ? മോന് നല്ല പനിയായിരുന്നു. ഒരു പോള കണ്ണടച്ചിട്ടില്ല. മരുന്നും കൊടുത്ത് ഉറക്കിയിട്ടാ ഞാൻ വന്നത്. എന്നാ എനിക്ക് ഓനെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൂടായിരുന്നു മോളെ? ഓ വേണ്ട അമ്മേ, അപ്പുറത്തെ വീട്ടിൽ അതിനും അവിടെയുണ്ട്. ഓക്കെ, ഇന്ന് കോളേജിൽ ലീവാണ്. ഈ പ്രായത്തിൽ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? പിന്നെ ഇല്ലാണ്ട്, എന്റെ മോനെ വളർത്തി വലിയ ആളാക്കണ്ടേ മാധവിക്കുട്ടിയമ്മേ? സാരമില്ല മോളെ, എല്ലാം ദൈവം കാണുന്നുണ്ട്. രാവിലെ തന്നെ സെന്റി അടിച്ച് കൊളമാക്കല്ലേ. ഈ വേലക്കാരി വേഷത്തില് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നല്ലതേ വരൂല മോളെ, നീ നല്ല കുട്ടിയാണ്. അതെ, ഇവിടുത്തെ പണി തീർത്തിട്ട് വേണം എനിക്ക് വക്കീൽ സാറിന്റെ വീട്ടിൽ പോകാൻ. അയാളെ മുഖം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. തനി രാവണനാണ്. നീ എവിടെയും പോണ്ട മോളെ. വൈകുന്നേരം വരെ എന്നെയും നോക്കി എൻ്റെ കൂടെ തന്നെ ഇവിടെ നിന്നൂടെ എനിക്ക്? അങ്ങനെ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അമ്മ ബാംഗ്ലൂരിലെ മോനോട് ഒരു പെണ്ണ് കെട്ടാൻ പറ, അപ്പൊ കൂട്ടിന് ആളാവൂലേ? ഓഹ്, അവൻ്റെ കാര്യമൊന്നും പറയാത്തതാണ് മോളെ നല്ലത്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ ഇഷ്ടമുണ്ടായിരുന്നു. ഓളെ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഒരു കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് നടക്കുമായിരുന്നു. ഓ, അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി ഉണ്ടായിരുന്നു അമ്മേന്റെ മോന്. അമ്മ ഇനി കുറച്ചു നേരം കിടന്നേ, അപ്പത്തേക്ക് ഞാൻ പണിയെല്ലാം തീർക്കട്ടെ. വാ എണീറ്റ്. അമ്മേ, എന്റെ പണിയെല്ലാം കഴിഞ്ഞേ. ഫുഡ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, വാ കഴിക്കാല. ഞാൻ കഴിച്ചോളാം, മോള് പോയിക്കോ. ദേ കളിക്കല്ലേ, വാ വന്ന് കഴിച്ചാട്ടെ. ആ മോളെ, കഴിച്ചോളാം, നീ പോയിക്കോ. എന്നാ ശരിയേ, ഞാൻ ഇറങ്ങുമെന്ന്. വൈകുന്നേരം പോകുമ്പോ സമയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് കയറാം. വേണ്ട മോളെ, മോനാടെ ഒറ്റക്കല്ലേ ഉള്ളൂ. എന്നാ ശരി. എത്ര മണിക്കാണ് വരുന്നത്? ശമ്പളം തന്നിട്ടാ പണിക്ക് വെച്ചത്. കൃത്യസമയത്ത് എത്തിക്കൊള്ളണം. അത് മോന് സുഖമില്ലാത്തോണ്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. അതൊന്നും എനിക്ക് കേൾക്കണ്ട. സമയത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. കയറിപ്പോകത്ത്. അതെ, നിന്റെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ റൂമിലൊന്ന് വൃത്തിയാക്കണം. വൈകുന്നേരം കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. സാറേ, പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. എന്താ മുറ്റത്തൊരു കാറൊക്കെ? ആരാ വന്നിട്ടുണ്ടല്ലോ. അമ്മേ, ആ നീ വന്നാ? നിന്നോട് വരണ്ടാന്ന് പറഞ്ഞല്ലേ മോളെ? ആ നമ്മ മുറ്റത്തൊരു കാറൊക്കെ കാണുന്നേ. ആരും ഗസ്റ്റ് വന്നിട്ടുണ്ടാ? കുറേ കാലത്തിന് ശേഷം എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? മനു, ഒന്നിങ്ങി വന്നേ. എന്താ മോളെ, ഇതാണ് ബാംഗ്ലൂരുള്ള എൻ്റെ മോൻ മനു. മോനെ, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സഹായി അഭിരാമി. ഇവളാണ് ഇപ്പം എല്ലാത്തിനും എനിക്ക് കൂട്ട്. അമ്മ എന്നാ ഞാൻ ഇറങ്ങുകയാണേ, നാളെ കാണാം.
അബി വന്ന് വണ്ടി കയറി. വേണ്ട, ഞാൻ വരുന്നില്ല. നിന്നോട് കയറാനാ പറഞ്ഞേ. അബി നീ ഇവിടെ? മനുവേട്ടൻ എന്നെ മറന്നിട്ടില്ലല്ലേ? കോളേജ് കഴിഞ്ഞ പിന്നെ ബന്ധുക്കൾ എന്ന് പറയുന്നവരെല്ലാം കൂടി എന്നെ ഒരാളെ കൊണ്ട് കെട്ടിച്ചു. ചോദിക്കാനും പറയാനൊന്നും അച്ഛനമ്മ ഇല്ലല്ലോ. ശരിക്കും എൻ്റെ നിസ്സഹായാവസ്ഥ എല്ലാവരും മുതലെടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധം അധികാലം നീണ്ടുന്നില്ല. ഒരു മോനെയും തന്നു അയാൾ എന്നെ ഉപേക്ഷിച്ചു പോയി. അബി നിന്നോട് മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. അന്ന് വീട്ടുകാരുടെ വാശിക്ക് മുമ്പിൽ നിന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഒരിക്കലും നിന്നെ ഈ നിലയിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്ന് മനുവാട്ടൻ്റെ വീട്ടുകാർ എന്നെ ഒരു അനാഥയായിട്ട് കണ്ടപ്പോൾ നിങ്ങളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ നിങ്ങളും എന്നെ ഉപേക്ഷിച്ചു പോയി. ഒരനാഥി എന്ന വാക്കിനർത്ഥം എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് മനുവേട്ടനാണ്. അബി വേണ്ട മനുവേട്ടാ, ഇപ്പോ ആ പഴയ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ ആ വീട്ടിലെ വെറും ഒരു ജോലിക്കാരിയാണ്. ആ ശമ്പളത്തിലാ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നീ ഒന്ന് തൊട്ടാ, ഒന്ന് സംസാരിച്ചാ എൻ്റെ ആ ജോലി കൂടി പോകും. എനിക്കിനി ഓടാൻ വയ്യ. അബി നിന്നെ ഇനി ഇങ്ങനെ നിർത്താൻ എനിക്ക് പറ്റൂലടി. ഞാൻ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കാം. നിൻ്റെ ഒരു തടസ്സങ്ങളും എനിക്ക് പ്രശ്നമല്ല. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം പ്ലീസ്. മതി, നിർത്ത്. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. അമ്മേ, മാധവിക്കുട്ടിയമ്മ ഇന്ന് നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ? മോൻ വന്നോണ്ട്. എന്നാ പിന്നെ ഞാൻ എന്റെ പരിപാടി തുടങ്ങട്ടെ. മോളെ, എന്താ അപ്പോൾ നീ ആയിരുന്നല്ലേ എൻ്റെ മനു ഇഷ്ടപ്പെട്ട പെണ്ണ്? നീ എന്നോട് പൊറുക്കും മോളെ. മനു എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. അന്നും എൻ്റെ അച്ഛൻ്റെ വാശീൻ്റെ മുന്നിൽ നിനക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല മോളെ. അതിനുവേണ്ടി അവൻ നശിപ്പിച്ചത് അവരുടെ ജീവിതം തന്നെയായിരുന്നു. അറിയാതെ ആണെങ്കിലും അന്ന് ഞാൻ വേണ്ടാതെ വെച്ചത് നിന്നെ ആയിരുന്നല്ലോ കുട്ടി. നിനക്ക് ഇവിടെ താമസിച്ചൂടെ മോളെ, എൻ്റെ മോൻ്റെ പെണ്ണായിട്ട്? അമ്മ, അത് ഒരു പ്രായശ്ചിത്തമായിട്ടല്ല, മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഞാനിത് പറയുന്നത്. നീയും മോനെ ഇന്ന് ഞങ്ങളുടെ കൂടെ വേണം. അമ്മ